ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോകത്ത് നിന്നുള്ള പുതിയ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് പ്ലേസ്മെന്റ് അസിസ്റ്റൻസിനെ കുറിച്ചും ലൈവ് ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ദിസ് ഈസ് ശ്രീജിത്ത് പ്രഭാകർ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ക്യാമ്പയിൻ ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ CBO. ഇത് കൂടുതലായിട്ട് നമ്മൾ വരുന്നത് ഫേസ്ബുക്ക് ആഡ്സ് ഉപയോഗിക്കുന്ന സമയത്താണ്. ഇനി ഇതെന്താണെന്ന് നോക്കാം. ഫേസ്ബുക്കിൽ നമ്മൾ ഒരു ആഡ് ഓട്ടുമ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആഡ് സെറ്റ്സ് ഉണ്ടാക്കാറില്ലേ? അതല്ലെങ്കിൽ 2 or 3 രീതിയിലുള്ള ഒരേ ആഡ് തന്നെ നമ്മൾ ഓട്ടാറില്ലേ? ചിലപ്പോൾ കണ്ടന്റ് മാറ്റമായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ പല പല സ്ഥലങ്ങളിലേക്ക്, ഉദാഹരണത്തിന് കൊച്ചി, ട്രിവാൻഡ്രം, കോട്ടയം, ഇങ്ങനെ 3 ജില്ലകളിലേക്ക് നമുക്ക് ക്യാമ്പയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ 3 നമ്മളൊരു ഡിഫറെൻ്റ് ആഡ് സെറ്റായിട്ട് ഇടും. എന്നിട്ട് നമ്മൾ ക്യാമ്പയിൻ ഓടിക്കും അല്ലേ? അപ്പോൾ ഇതിന് ഓരോന്നിനും നമ്മൾ ഒരു ബഡ്ജറ്റും കൊടുക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു ദിവസത്തെ ബഡ്ജറ്റ് ഒരു 600 rupees ആണെങ്കിൽ നമ്മൾ 200 എന്നുള്ള രീതിയിൽ നമ്മൾ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യും. ഇനി അതല്ല, ഞാനൊരു കോഴ്സിൻ്റെ ഒരു ക്യാമ്പയിൻ ചെയ്യാണ്, ഒരു 3 മാസത്തെ കോഴ്സ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഞങ്ങളുടെ കോഴ്സിനെ കുറിച്ച് തന്നെ പറയാം. ഒന്ന്, എനിക്ക് പഠിച്ചിറങ്ങിയ ഫ്രഷേഴ്സിനെ, ഒരു ഡിഗ്രി ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഫ്രഷേഴ്സിനെ എനിക്ക് ടാർഗറ്റ് ചെയ്യാം. 2, ഓൾറെഡി വേറെ ജോലിയിൽ വർക്ക് ചെയ്യുന്നവരായിട്ടുള്ളതോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് സ്വിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരോ ആയിട്ടുള്ള ഒരു ഏജ് കാറ്റഗറി ഉണ്ടാവുമല്ലോ, അവരെ എനിക്ക് ടാർഗറ്റ് ചെയ്യാം. 2 പേരെയും എനിക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത് ഒരേ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, 2ൻ്റെയും റിസൾട്ട് സെപ്പറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഓരോ ആഡ് സെറ്റായിട്ട് ഓട്ടും. ഒന്നിൽ ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യും. രണ്ടാമത്തത്, ഞാൻ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു ജോബിൽ ഒക്കെ, ഇപ്പം ഒരു വെബ് ഡെവലപ്മെൻ്റ് ഒക്കെ ആയിട്ടുള്ളവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സെപ്പറേറ്റ് ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ എനിക്കൊരു ഡെയിലി എൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 300 rupees ആണെങ്കിൽ ഞാൻ 2 ആഡിനും പ്രാക്ടിക്കലി ഒരു 150 എന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫേസ്ബുക്ക് എന്ത് ചെയ്യും? 150 rupees ഓരോ ആഡിനും സ്പെൻഡായിട്ട് എനിക്ക് എൻഡ് ഓഫ് ദ ഡേ 300 rupees സ്പെൻഡ് ആവും. എന്നാൽ എനിക്ക് രണ്ടിലും 150 തന്നെ ഈക്വലായിട്ട് പോകണം എന്നില്ല. പകരം ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന ആഡ് ഏതാണോ അതിൽ എനിക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യണം. ഇപ്പം ഒരു ആഡ് എനിക്ക് 10 ലീഡാണ് 150 rupeesന് തരുന്നതെങ്കിൽ മറ്റേ ആഡ് എനിക്കൊരു 4 ലീഡ്സ് മാത്രമേ അതേ 150 rupeesന് തരുന്നുണ്ടെങ്കിലും ആ ഒരു ആഡ് സെറ്റിന് കൂടുതൽ ഞാൻ പണം ചിലവാക്കുന്നത് എനിക്ക് നഷ്ടമാണ്. അപ്പോൾ ഒന്നിക്കൽ എനിക്കെന്ത് ചെയ്യാം? മാനുവലി എനിക്കത് മാറ്റാം. മാനുവലി ഞാൻ ആഡ് സെറ്റിൽ പോകുന്നു, ബഡ്ജറ്റ് കുറയ്ക്കുന്നു. പക്ഷെ അതൊരിക്കലും ഒരു പ്രോസസ്സല്ല. ഞാൻ തന്നെ മെനക്കെട്ട് എഫേർട്ട് എടുത്തിട്ട് ഡെയിലി നോക്കി ബഡ്ജറ്റ് കുറച്ച് കൊണ്ടുവരണം. അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ക്യാമ്പയിൻ ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ 2 or 3 ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ CBO എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഫേസ്ബുക്കിനെ അറിയിക്കുകയാണ്, ഇതിൽ ഏറ്റവും കൂടുതൽ ലീഡ് വരുന്ന, ഏറ്റവും കൂടുതൽ ഒപ്റ്റിമൈസ് ആയിട്ട് പോകുന്ന ആഡ് ഏതാണോ അതിന് ഓട്ടോമാറ്റിക്കലി കൂടുതൽ ബഡ്ജറ്റ് കൊടുത്തോളും. ഇങ്ങനെ നമ്മൾ ഫേസ്ബുക്ക് അൽഗോരിതത്തിന് ഒരു പെർമിഷൻ കൊടുക്കുമ്പോൾ ഫേസ്ബുക്ക് നമ്മുടെ, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ 300 rupees സ്പെൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ ലീഡ്സ് ആദ്യം വന്നതെന്ന് ഞാൻ പറഞ്ഞ 10 ലീഡ്സ് വരുന്ന ആ ഒരു ആഡ് സെറ്റിലേക്ക് ഒരു 150ക്ക് പകരം ഒരു 200 to 250 rupees അവർ പുഷ് ചെയ്യും. ലോ പെർഫോമിങ് ആഡ് ആയിട്ടുള്ള രണ്ടാമത്തെ ആഡ് സെറ്റിലേക്ക് കുറച്ച് തുക മാത്രം ചിലവാക്കും. അപ്പോൾ നമുക്ക് മാനുവലി ഇത് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ എമൗണ്ട്, നമ്മൾ ഓരോ രൂപയും ചിലവാക്കുന്നത് കൂടുതലായിട്ട് പെർഫോം ചെയ്യുന്ന ആഡ് സെറ്റിലേക്ക് അല്ലെങ്കിൽ ആഡ്സിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് ഉറപ്പാക്കപ്പെടുന്നു. ഇതാണ് ക്യാമ്പയിൻ ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ കൊണ്ടുള്ള ഒരു ഗുണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ മാസ്റ്റർ കോഴ്സിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പഠിക്കാൻ, വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് പഠിക്കാൻ ലൈവ് ക്ലാസ്സസ് ആണ്. താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കാവുന്നത്. അതുപോലെ ഫേസ്ബുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ഒരുപാട് ഡിസ്കഷൻ നടക്കുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പുതിയ ടോപ്പിക്സുമായിട്ട് ഞാൻ വരുമ്പോൾ വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ സേഫ്.